ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ യുനെസ്കോ സാഹിത്യ നഗരി എന്ന ആഗോളപ്പെരുമ കോഴിക്കോടിന് സ്വന്തം. ടൂറിസം മേഖലയുടെ അനന്ത സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഖാസി ഫൗണ്ടേഷൻ നമ്മളൊന്ന് സ്നേഹസംഗമം കോഴിക്കോട്ട്. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് കായികമേളയിൽ മെഡലുകൾ സ്വന്തമാക്കിയ ഫറൂഖ് ESI ആശുപത്രി ജീവനക്കാരൻ M സലാവുദ്ദീനു സ്വീകരണം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തെ ആദ്യ യുനെസ്കോ സാഹിത്യ നഗരി എന്ന ആഗോളപ്പെരുമ കോഴിക്കോട് നഗരത്തിന് സ്വന്തം. കോഴിക്കോട്ട് നടന്ന പ്രൗഢമായ ചടങ്ങിൽ മന്ത്രി MB രാജേഷ് സാഹിത്യ നഗരി പ്രഖ്യാപനം നടത്തി. എല്ലാവരെയും ഇരുകൈയും നീട്ടി സ്വീകരിച്ച നഗരമാണ് കോഴിക്കോടെന്നും ഈ നേട്ടം നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിനും കൂടി അവകാശപ്പെട്ടതാണെന്നും മന്ത്രി പറഞ്ഞു. സത്യത്തിന്റെ തുറമുഖം എന്ന കോഴിക്കോടിന്റെ കീർത്തിക്ക് ഇനി മറ്റൊരു അഴകുകൂടി. മുഹമ്മദ് അബ്ദുറഹിമാൻ സ്മാരക ജൂബിലി ഹാളിൽ തിങ്ങി നിറഞ്ഞ ജനങ്ങളെ സാക്ഷിയാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് കോഴിക്കോടിനെ യുനെസ്കോ സാഹിത്യ നഗരിയായി പ്രഖ്യാപിച്ചു. ബഷീറും പൊറ്റക്കാടും തിക്കോടിയനും NP മുഹമ്മദും P വത്സലയും UA ഖാദറും സുരാസുവും MS ബാബുരാജും കോഴിക്കോട് അബ്ദുൽ ഖാദറും KT മുഹമ്മദും PM താജും നക്ഷത്ര ഓർമ്മകളായി സാന്നിധ്യമറിയിച്ച ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ സാഹിത്യ വജ്ര ജൂബിലി പുരസ്കാരം ജ്ഞാനപീഠ ജേതാവ് MT വാസുദേവൻ നായർക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി മന്ത്രി രാജേഷ് കൈമാറി. ആത്മാവുള്ള നഗരമാണ് കോഴിക്കോടെന്ന് മന്ത്രി രാജേഷ് അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനെ ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുകയാണ്. ഇത് കോഴിക്കോടിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവിയാണ് യുനെസ്കോ കോഴിക്കോടിന് നൽകിയിട്ടുള്ളത്. ഇനി മുതൽ എല്ലാ വർഷവും ജൂൺ 23 കോഴിക്കോടിന്റെ സാഹിത്യ നഗര ദിനമായി ആഘോഷിക്കുമെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച മേയർ ബീന ഫിലിപ്പ് അറിയിച്ചു. അന്ന് 6 വിഭാഗങ്ങളിൽ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിക്കും. സാഹിത്യ നഗരി പദവിയുടെ ലോഗോ പ്രകാശനം, വെബ്സൈറ്റ് ഉദ്ഘാടനം എന്നിവ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. മലബാറിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ ഓർമ്മകളെ വർത്തമാന കാലഘട്ടത്തിൽ പരിചിതമാക്കുന്ന നിലയിലേക്ക് മാറ്റി തീർക്കുമ്പോൾ അതിൽ കോഴിക്കോടും പ്രധാന പങ്കുവഹിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ ഇനിയുമേറെ ജനങ്ങളെ ആകെ ആകർഷിക്കുന്ന ജനോപകാരപ്രദമായ കോഴിക്കോടിന്റെ ചരിത്രത്തെ വലിയ നിലയിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസത്തോടുകൂടി അതിനെല്ലാവിധ പിന്തുണയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. ആനക്കുളം സാംസ്കാരിക നിലയം സാഹിത്യ നഗരിയുടെ ആസ്ഥാനമായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രഖ്യാപിച്ചു. ആനക്കുളം സാംസ്കാരിക നിലയം സാഹിത്യ നഗര കേന്ദ്രത്തിന്റെ ഒരു പ്രധാന ആസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA, കവി PK ഗോപി, കില അർബൻ വിഭാഗം ഡയറക്ടർ ഡോക്ടർ അജിത് കാളിയത്ത, A പ്രദീപ് കുമാർ, TV ബാലൻ, TP ദാസൻ, പുരുഷൻ കടലുണ്ടി, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ടൂറിസം മേഖലയുടെ അനന്ത സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുമെന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്. മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഭാരവാഹികളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകിയത്. യാത്രാ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തണമെന്ന് MDC മന്ത്രിയോടും അഭ്യർത്ഥിച്ചു. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ശാശ്വത കണക്ടിവിറ്റി മെച്ചപ്പെടുത്തണമെന്നതുൾപ്പെടെയുള്ള മലബാറിന്റെ ആവശ്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ നിവേദനം മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷവലിയാർ C. ചാക്കുണ്ണി ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന് സമർപ്പിച്ചു. കേരളത്തിന്റെ ടൂറിസം മേഖലയിലെ അനന്ത സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുമെന്നും കാലാവസ്ഥാ വ്യതിയാനം മൂലവും മറ്റും കേടുപാട് സംഭവിച്ച റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും നിവേദനം സ്വീകരിച്ചുകൊണ്ട് മന്ത്രി അറിയിച്ചു. ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം വന്നതോടെ സർക്കാർ അതിഥി മന്ദിരങ്ങൾ മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്കും ലഭ്യമാക്കിയിരിക്കുകയാണെന്നും എല്ലാവരുടെയും സഹകരണത്തോടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ദേശീയ അന്തർദേശീയ തലത്തിൽ പരിചയപ്പെടുത്തി ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതോടുകൂടി ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ചുരുങ്ങിയ ചെലവിൽ മുറി ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത് കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഗുണം ചെയ്തതുപോലെ ടൂറിസം മേഖലയിലും ഗുണം ചെയ്തിട്ടുണ്ട്. മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് C. ചാക്കുണ്ണിയുടെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, മറ്റ് ഭാരവാഹികളായ മധുജിത്ത് കേലാട്ട്, CC മനോജ് എന്നിവരാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത്. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ പുതുക്കി പണിയുന്നതുവരെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫയർ ആൻഡ് റെസ്ക്യൂ അധികാരികൾ അനുയോജ്യമാണെന്ന് കണ്ടെത്തിയ സരോവരത്തിനടുത്തെ 40 സെന്റ് സ്ഥലം 3 വർഷത്തേക്ക് താൽക്കാലികമായി ഉപയോഗിക്കാനുള്ള സമ്മതപത്രം സ്ഥലം ഉടമയുടെ പ്രതിനിധി കൈമാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഖാസി ഫൗണ്ടേഷൻ കോഴിക്കോട്ട് നമ്മളൊന്ന് സ്നേഹസംഗമം നടത്തി. ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സ്നേഹമാണ് തന്റെ മതമെന്ന് അദ്ദേഹം പറഞ്ഞു. പരസ്പര സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കാൻ ഒന്നിച്ചു നീങ്ങണമെന്ന് മത സാംസ്കാരിക നേതാക്കൾ പറഞ്ഞു. ഖാസി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച നമ്മളൊന്ന് സ്നേഹസംഗമം ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. എൻ്റെ മതം സ്നേഹമാണ്. കുറി തൊട്ടു നടക്കുന്നത് കൊണ്ട് ഞാനൊരു മതഭ്രാന്തനല്ല. എന്നാൽ അത് ബോധ്യപ്പെടുത്താൻ കുറി മായ്ച്ചു കളയാനും ഒരുക്കമല്ല. സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നറിയുന്നത് ഞാൻ വിചാരിച്ചു എൻ്റെ പാട്ട് ആ സിനിമയോ ആ പാട്ട് സാഹിത്യമോ എൻ്റെ ട്യൂണോ സാധാരണ രീതിയിൽ ഉൾക്കൊള്ളാത്ത ഒരാൾക്ക് അത് കണ്ണു നിറയില്ല, ഉറപ്പാണ്. ഖാസി ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ K. കുഞ്ഞാലി അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ദേവർകോവിൽ MLA, KM സച്ചിൻ ദേവ് MLA, ഡോക്ടർ ഹുസൈൻ മടവൂർ, കോഴിക്കോട് മുഖ്യ ആക്ടിംഗ് ദാസി സഫീർ സഹാഫി, സ്വാമി നരസിംഹാനന്ദ, ഫാദർ CK ഷൈൻ, ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന്, O. അബ്ദുറഹ്മാൻ, ഡോക്ടർ IP അബ്ദുസലാം, ഖാസി ഷൈഖ് മുസ്തഫ, ആര്യാടൻ ഷൗക്കത്ത്, PN അബ്ദുൽ ലത്തീഫ് മദനി, വിജയ് സിംഗ് പദംസി, ഡോക്ടർ K. മൊയ്തു, ഡോക്ടർ CM നജീബ്, ജനറൽ സെക്രട്ടറി MV റസീം ഇസ്മായിൽ, KV ഇസ്ഹാഖ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് കായിക മേളയിൽ മെഡലുകൾ സ്വന്തമാക്കിയ ഫറൂഖ് ESI ആശുപത്രി ജീവനക്കാരൻ M. സലാവുദ്ദീനു സ്വീകരണമൊരുക്കി. ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ ആശുപത്രി ഡോക്ടർമാരും സഹപ്രവർത്തകരും ചേർന്നാണ് സ്വീകരണം നൽകിയത്. In second place, receiving a silver medal with a performance of 54.2 seconds, Salwandin M. of India. കൊളംബോയിൽ നടന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് കായികമേളയിൽ മെഡലുകൾ നേടിയ M. സലാവുദ്ദീന് സ്വീകരണം നൽകി. രാജ്യത്തെ പ്രതിനിധീകരിച്ച് 300, 400, 800 മീറ്റർ ഓട്ടത്തിൽ 2 വെള്ളി മെഡലും 1 വെങ്കലവുമാണ് നേടിയത്. ഫറൂഖ് ESI ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ സലാവുദ്ദീന് ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും ചേർന്നാണ് സ്വീകരണം നൽകിയത്. ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വീകരിച്ച് നഗരത്തിലൂടെ ESI ആശുപത്രിയിലേക്ക് ആനയിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയശങ്കർ, സെക്രട്ടറി S. മനോജ് കുമാർ എന്നിവർ മാലയിട്ട് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്കു ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
the real beauty in your heart. Boche Golden Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അത്തോളി കൊങ്ങന്നൂർ അബ്ദുറഹിമാൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ PN പണിക്കർ അനുസ്മരണവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. ജീവിത വിജയത്തിന് A+ നേടാൻ സ്വന്തം മേഖല കണ്ടെത്തണമെന്ന് M ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു. വായന വാരാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. കൊങ്ങന്നൂർ മുഹമ്മദ് അബ്ദുറഹിമാൻ സ്മാരക വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഒക്കെ നേടിയ കുട്ടികൾക്ക് ഇനി മുന്നോട്ട് വരുന്നുണ്ട്. എന്താണ് SSLC +2 വിജയങ്ങളൊക്കെ തന്നെ ഇതുപോലെ ഉന്നത വിജയം നേടാൻ വേണ്ടി മുന്നേ കൂട്ടി കഴിവ് തെളിയിച്ച് നിൽക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് മുഴുവൻ A+ ലഭിച്ചില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടാൻ പാടുണ്ടോ? PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം മുൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ M ജയകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. ജീവിത വിജയത്തിന് A+ നേടാൻ സ്വന്തം മേഖല കണ്ടെത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. രചനകളിലെ കഥാപാത്രങ്ങളെ സ്വന്തം അനുഭവം പോലെയെന്ന് ചിന്തിപ്പിക്കുന്നതാണ് വായനയെന്ന് പഠിപ്പിച്ച PN പണിക്കർ കാലത്തിന് അതീതനാണെന്നും ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരിച്ചു. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗങ്ങൾ അന്ന് മത്സരം ഉണ്ടെങ്കിലും ഇത്രയേറെ കടുത്ത മത്സരമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഒരു 10ാം തരം എത്തുമ്പോഴത്തേക്ക് കുട്ടിക്ക് സ്വയം അറിയാൻ കഴിയും എന്ത് ഞാൻ ഇനി ഏത് മേഖലയിലേക്ക് പോകണം. ഒരു 15 വയസ്സുള്ള കുട്ടിക്ക് തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷേ എഞ്ചിനീയർ ആണോ പൈലറ്റ് ആണെന്നൊക്കെ പറയും, അധ്യാപകനെന്നൊക്കെ പറഞ്ഞേക്കാം. വായനശാല പ്രസിഡന്റ് അഷ്റഫ് കളത്തിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ PK ജുനൈസ്, KT ബാബു, അജീഷ് അത്തോളി, സെക്രട്ടറി അനിൽകുമാർ എടവലത്ത്, K ശശികുമാർ എന്നിവർ സന്നിഹിതരായി. അടുത്തത് ഐഷ ലിയ, ബാലവേദിയുടെ പ്രസിഡന്റ് കൂടിയാണ്. അടുത്തതായി ന്യൂസ് ബ്യൂറോ, അത്തോളി. ബേപ്പൂർ പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം G ശങ്കരപിള്ള അനുസ്മരണം നടത്തി. നാടക പ്രവർത്തകൻ KK പുരുഷോത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ബേപ്പൂർ GHSSലാണ് G ശങ്കരപിള്ള അനുസ്മരണ പരിപാടികൾ നടന്നത്. ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നാടക പ്രവർത്തകൻ KK പുരുഷോത്തമൻ നിർവഹിച്ചു. ഡിഗ്രി കാലം മുതലാണ് നാടകത്തോടുള്ള വലിയ രീതിയിൽ നാടകം പഠിക്കണമെന്ന തോന്നലൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അതിന് കാരണങ്ങളുണ്ടായിരുന്നു. ശങ്കരപിള്ള സാറിന്റെ ഒരു പ്രഭാഷണം കേട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും നാടകം പഠിക്കേണ്ട ഒരു വിഷയമാണ്. അത് കേൾക്കുന്നത് തന്നെ ഒരു അനുഭൂതിയാണ്. ആ പ്രസംഗം, അതിൻ്റെ ഒരു ഗാംഭീര്യം കേട്ടുള്ളവർക്ക് അറിയാമല്ലോ. നമുക്കറിയാം, ഇന്ന് നമ്മൾ എന്തിനും ഏതിനും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നൊരു കാലമാണ്. അന്ന് സാറ് എത്രമാത്രം അറിവ് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. ഒന്നും ഇല്ലാത്തിരുന്നൊരു കാലത്താണ് 80കളിൽ അല്ല സാറിന്റെ ആ കാലഘട്ടത്തിൽ ലോക നാടകവേദിയെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നത് രചനകളിലൂടെ, നാടകരചനകളിലൂടെയും നാടക സംവാദങ്ങളിലൂടെ, വർക്ക്ഷോപ്പുകളിലൂടെ, ക്ലാസുകളിലൂടെ ഒക്കെ തന്നെ. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് A രത്നാകരന് ചടങ്ങിൽ അനുമോദനം നൽകി. പ്രശസ്ത നാടക കലാകാരൻ വിജേഷ് അവതരിപ്പിച്ച കൊട്ടും പാട്ടും ശ്രദ്ധേയമായി. സംഗീതത്തിനോട് ചേർത്തുക്കാൻ പറ്റുന്ന വർഷങ്ങൾക്ക് മുമ്പ് ബേപ്പൂർ സുൽത്താൻ എഴുതിയിരുന്ന ഭാഷയില്ലാത്ത പാട്ടുകളൊരു പാട്ട് ഒത്തിനി കളിത്തള്ളിത്താറോ സഞ്ജനി പള്ളിത്തള്ളുട്ടാപ്പി ആളുത്തമാണിക്കളിഞ്ചേലോ സുന്ദര ഭാവണിക്കു. പരിപാടിയിൽ കരുവള്ളി ശശി അധ്യക്ഷത വഹിച്ചു. M രാജീവ്, A രത്നാകരൻ, UT സുരേഷ്, P ജയചന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. കലാവേദി, ബേപ്പൂർ പബ്ലിക് ലൈബ്രറി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. നടുവട്ടം ഉറവ് സാംസ്കാരിക വേദി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും അവാർഡ് ദാനവും നടത്തി. കൗൺസിലർ M ഗിരിജ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾ ഉപഹാരം സ്വീകരിച്ചു. ഉറവ് സാംസ്കാരിക വേദി നടുവട്ടവും മലബാർ ഹോസ്പിറ്റൽ എരഞ്ഞിപ്പാലവും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും SSLC +2 പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും 47 ഡിവിഷൻ കൗൺസിലർ M ഗിരിജ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ലിറ്ററേച്ചർ
ഡിസ്റ്റിങ്ഷനോടുകൂടി ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കാര്യത്തിലും നാട്ടിലെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു സംഘടന, സാംസ്കാരിക സംഘടനയാണ്. അതിപ്പോൾ ഇവിടെ നമ്മളെ നല്ലൊരു മെഗാ ക്യാമ്പാണ്, മെഡിക്കൽ മെഗാ ക്യാമ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെ ബാക്കിയുള്ള ആൾക്കാരൊന്നും നടത്താത്ത രീതിയിൽ ശ്വാസകോശമായാലും നമ്മളെ കോവിഡിൻ്റെ സമയത്തിന് ശേഷം നമ്മളെ ആൾക്കാർ വല്ലാതെ വിഷമിക്കുന്ന ഒരു അസുഖമാണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം. അപ്പോൾ അതിലും അതേപോലെ ECG, തൈറോയിഡ്, അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റും അതിനോടുകൂടി കണ്ണും കൂടെ അവർ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു മെഗാ ക്യാമ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ഉറവ് രക്ഷാധികാരി OK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ലിനിജ, ഡോക്ടർ KS ചന്ദ്രകാന്ത്, ഉറവ് സെക്രട്ടറി സ്വരൂപ് ശിവപുരി, P മാധവദാസ്, CK ധനേഷ്, T പ്രജീഷ്, M രാജേഷ്, സുബ്രഹ്മണ്യൻ മണാൽ, C അനിൽകുമാർ, CK ഗണേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പുതിയ വീട്ടിൽ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ നടന്നു. PK കമലം നവതി ആഘോഷം അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ ആശംസകൾ അർപ്പിച്ചു. പുതിയ വീട്ടിൽ കുടുംബസംഗമം മുതിർന്ന കുടുംബാംഗവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ പരേതനായ PKR പിള്ളയുടെ സഹധർമ്മിണി ശ്രീമതി PK കമലം നവതി ആഘോഷം നടത്തി. മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ്, CPI ജില്ലാ സെക്രട്ടറി KK ബാലൻ, TV ബാലൻ, AT അബ്ദുള്ളക്കോയ, AP കൃഷ്ണകുമാർ, PR സുനിൽ സിംഗ്, PR രവീന്ദ്രൻ, PM കരുണാകരൻ, KTM കോയ, TP വിജയൻ, PKM ബാലകൃഷ്ണൻ, ബേബി വാസൻ, അഡ്വക്കേറ്റ് AK ജയകുമാർ തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹനുമാൻ സേന ഭാരത് ആത്മീയ സദസ്സും മഹാശ്രീചക്ര പൂജയും നടത്തി. അങ്ങാടിപ്പുറം വലമ്പൂർ ആദിപരാശക്തി ഭഗവതി ക്ഷേത്രത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഇതോടൊപ്പം കുട്ടികൾക്ക് പുസ്തകങ്ങളും വിതരണം ചെയ്തു. ഹനുമാൻ സേന ഭാരതിന്റെ സാന്നിധ്യത്തിൽ ആത്മീയ സദസ്സും മഹാശ്രീചക്ര പൂജയും കുട്ടികൾക്ക് പുസ്തകവും രാമായണവും വിതരണവും ചെയ്തു. അങ്ങാടിപ്പുറം വലമ്പൂർ ആദിപരാശക്തി ദുർഗ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് ചടങ്ങുകൾ നടത്തിയത്. പാലക്കാട് വ്യാസ പരമാത്മപീഠം മഠാധിപതി വ്യാസാനന്ദ ശിവയോഗി ഭദ്രദീപം കൊളുത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശ്രീചക്ര പൂജയ്ക്ക് ക്ഷേത്ര ട്രസ്റ്റി ആചാര്യൻ VP ബാലൻ സ്വാമി, തന്ത്രി രഞ്ജിത്ത് തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. K ചന്തു അധ്യക്ഷനായ ആത്മീയ സദസ്സ് ഹനുമാൻ സേന സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സരൻ ഉദ്ഘാടനം ചെയ്തു. രോഗശാന്തിക്കും ശത്രുദോഷത്തിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധി ആർജിച്ചതാണ് ഈ ദേവസ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് കോയമ്പത്തൂർ ആദിഗുരുജി ഫൗണ്ടേഷൻ ചെയർമാൻ ജഗൻ സ്വാമി, ക്ഷേത്ര ട്രസ്റ്റി ആചാര്യൻ VP ബാലൻ, പ്രേംകുമാർ, P റിലേഷ് എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഭാഗവത ആചാര്യൻ ശ്രീ ഹരിഹരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. മുരളീധര സ്വാമി, സഞ്ജയ് നിസരി, സുരേന്ദ്രൻ, P റിലേഷ് ബാബു, CP പ്രേംരാജ്, സുരേന്ദ്രൻ, ശശി സ്വാമികൾ എന്നിവർ സംസാരിച്ചു. ശ്രീനി വായുപുത്രൻ സ്വാഗതവും ലക്ഷ്മിക്കുട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജൂൺ 15 ആരംഭിച്ച ടാറ്റ മോട്ടോഴ്സ് നെക്സോൺ 7-in-7 സെലിബ്രേഷൻസ് ജൂൺ 30 വരെ തുടരും. ആഘോഷ പരിപാടികളുടെ ഭാഗമായ ആനുകൂല്യങ്ങൾ ജൂൺ 30 വരെ വാഹനം ബുക്ക് ചെയ്ത് ഡെലിവറി എടുക്കുന്നവർക്ക് മാത്രമേ ലഭിക്കൂ എന്ന് സെയിൽസ് വിഭാഗം അറിയിച്ചു. 3 വർഷമായിട്ട് ടാറ്റ കോമ്പാക്ട് XUV നമ്പർ 1 പൊസിഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിളാണ് നമ്മുടെ ടാറ്റ നെക്സോൺ. അത് സേഫ്റ്റിയിലാണെങ്കിലും നമ്മുടെ ഫീച്ചേഴ്സ് സർവീസിലാണെങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വെഹിക്കിളാണ്. അപ്പോൾ അത് നമ്മൾ ഈ മാസം നമുക്ക് ജൂൺ 15 മുതൽ
ജൂൺ 30 വരെ ബുക്ക് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും 30,000 മുതൽ 1 lakh വരെയുള്ള ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ജൂലൈ 15 ഉള്ളിൽ നമുക്ക് ടാക്സ് അടച്ച് രജിസ്റ്റർ ചെയ്താൽ മതി. ടാറ്റ മോട്ടോഴ്സ് 2017 പുറത്തിറക്കിയ SUV വിഭാഗത്തിൽപ്പെടുന്ന നെക്സോൺ 2024 വരെ 7 വർഷത്തിൽ 7 ലക്ഷം കാറുകളാണ് വിറ്റഴിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലുടനീളം ടാറ്റ മോട്ടോഴ്സ് ഡീലർമാരുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 15 മുതൽ ജൂൺ 30 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷ പരിപാടികൾ നടത്തിവരികയാണ്. ഈ ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത് ഡെലിവറി എടുക്കുന്ന കസ്റ്റമേഴ്സിന് 30,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള ആകർഷകമായ ആനുകൂല്യങ്ങളാണ് ടാറ്റ മോട്ടോഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓഫർ ജൂൺ 30 വരെ ബുക്ക് ചെയ്ത് ഡെലിവറി എടുക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് കോഴിക്കോട് സെയിൽസ് ഹെഡ് ബിജു, സെയിൽസ് മാനേജർ സനൽകുമാർ കെ, സെയിൽസ് അസിസ്റ്റന്റ് നബീൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ ആദ്യ യുനെസ്കോ സാഹിത്യ നഗരി എന്ന ആഗോളപ്പെരുമ കോഴിക്കോടിന് സ്വന്തം. ടൂറിസം മേഖലയുടെ അനന്ത സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഖാസി ഫൗണ്ടേഷൻ നമ്മളൊന്ന് സ്നേഹസംഗമം കോഴിക്കോട്. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് കായികമേളയിൽ മെഡലുകൾ സ്വന്തമാക്കിയ ഫറൂഖ് ESI ആശുപത്രി ജീവനക്കാരൻ M സലാവുദ്ദീനു സ്വീകരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.